ഒരു സമയം നാം വാഴ്ത്തപ്പെടണം. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്നു ദൈവത്തിനും കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്ന അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 7-ാമത്തെ വാക്യം. ഫിലദൽഫിയയിലെ സഭയുടെ ദൂതൻ എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അല്ല ചെയ്യുന്നത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നത് ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അല്ല ചെയ്യുന്നത്. കർത്താവായ യേശുക്രിസ്തു അല്ല ചെയ്യുന്ന ദൈവിക വെളിപ്പാടുകൾ, ദർശനങ്ങളെയാണ് അപ്പോസ്തലനായ യോഹന്നാൻ പത്മോസിന്റെ ഏകാന്തതയിൽ വെച്ച് താൻ പ്രാപിക്കുകയും നമുക്കത് വെളിപ്പെടുത്തി തരുകയും ചെയ്യുന്നത്. ലേലിയ നമ്മൾ ചില ദിവസങ്ങളായിട്ട് വെളിപ്പാട് പുസ്തകത്തിലെ ചില ചിന്തകൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയും ഈ പുസ്തകം നമ്മൾ വായിക്കും തോറും നമുക്ക് ആത്മീയ അഭിവൃദ്ധിയും ആത്മീയ വിശുദ്ധിയും പ്രാപിക്കാൻ കഴിയും. മാത്രമല്ല നമുക്ക് ദൈവത്തോട് ചേർന്ന് നടക്കാൻ കഴിയും. വരാൻ പോകുന്ന ഭാവികാല സംഭവങ്ങളെ കുറിച്ച് യഥാർത്ഥത്തിലൊരു നമുക്ക് നല്ലൊരു അറിവ് പകർന്നു തരുന്നതാണ് വെളിപ്പാട് പുസ്തകം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം താൽക്കാലികമാണ് ഈ ഭൂമിയിൽ. ഹല്ലേലൂയ. നാം എല്ലാം ഈ ഭൂമിയിൽ നിന്ന് മാറിക്കൊടുത്തേ മതിയാവുള്ളൂ. പക്ഷെ അതിനു മുമ്പ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ആയുസ് അത് നാം എങ്ങനെ പ്രയോജനപ്പെടുത്തി, ആർക്കു വേണ്ടി പ്രയോജനപ്പെടുത്തി എന്നൊക്കെ നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ശക്തമായ രീതിയിൽ യോഹന്നാൻ നമുക്ക് നൽകുന്ന ഈ ദർശനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നിന്നും മാറ്റിക്കളയാതെ അനുദിനം നാം അതിനെ അനുസരിച്ച് മുന്നോട്ട് ജീവിക്കണം. അപ്പൊ ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്ന കർത്താവ്. അപ്പം ദൈവം തന്റെ കൈകളിൽ ദാവീദിന്റെ താക്കോൽ വെച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം എന്ന് പറഞ്ഞാൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ഹല്ലേലൂയ 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 21-22 വാക്യങ്ങൾ വായിച്ചു. ഞാൻ ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ വെക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കയില്ല, അവൻ അടച്ചാൽ ആരും തുറക്കുകയില്ല എന്ന് പ്രവാചകൻ പറയുക. എന്താണ് പ്രവാചകൻ ഈ വചനം പറയാൻ കാരണം? നമുക്കറിയാൻ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 22-ാം അധ്യായം അതിന്റെ 1 തൊട്ട് 25 വരെയുള്ള വാക്യങ്ങൾ ദർശന താഴ്വര അഥവാ യെരുശലേമിനെ കുറിച്ചുള്ള പ്രവചനമാണ്. പ്രൈസലോ. അപ്പൊ യെരുശലേമിനെ ഉദ്ദേശിച്ചാണ് ഈ 22-ാം അധ്യായം 1-ാം വാക്യം തന്നെ തുടങ്ങുന്നത്. അപ്പൊ ദർശന താഴ്വര എന്ന് പറയുന്നത് കാരണം പ്രവചനങ്ങളുടെ ഗൃഹമാണ് എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ യെരുശലേമിന് ചുറ്റുമുള്ള രാജ്യങ്ങളെ കുറിച്ചാണ് പ്രവചിക്കുന്നത്. എന്നാൽ ഇവിടെ യെരുശലേമിനെ കുറിച്ച് തന്നെ പ്രവചിക്കുക. യെരുശലേമിന്റെ നേരെ വരുന്ന ഭീഷണിയും അവർക്ക് നേരെ വരുന്ന അധപ്പതനവും അതിൽ നിന്ന് അവരെ വിടുവിക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യവും നമുക്കവിടെ കാണാൻ കഴിയും. ഹല്ലേലൂയ. ഈ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 22-ാം അധ്യായം ഹല്ലേലൂയ 15-ാമത്തെ വാക്യത്തിലേക്ക് വരും കാണുന്നുണ്ട്. ശബ്നയ്ക്ക് പകരം എല്ലാക്കും എന്ന് കാണും എന്ന് പറഞ്ഞാൽ സൈന്യങ്ങളുടെ യഹോവയെ കർത്താവ് ഇപ്രകാരം കൽപ്പിക്കുന്നു, നീ ചെന്ന് ഭണ്ഡാരപതിയും രാജധാനി വിചാരകനുമായ ശബ്നയെ കണ്ട് പറയേണ്ടത്, നീ എന്താകും നീ ചെയ്യുന്നത്? നിനക്കിവിടെ ആരുള്ളൂ? ഇവിടെ നീ കല്ലറ വെട്ടിക്കുന്നത് ആർക്കായിട്ട്? ഉയർന്ന ഒരു സ്ഥലത്ത് അവൻ നിനക്ക് ഒരു കല്ലറ വെട്ടിക്കുന്നു, പാറയിൽ തനിക്ക് ഒരു പാർപ്പിടം കൊത്തിയുണ്ടാക്കുന്നു. എടോ, നിന്നെ യഹോവ തൂക്കിയെടുത്ത് ചുഴറ്റി എറിഞ്ഞു കളയുമെന്നൊക്കെ ഉള്ള ശക്തമായ ദൂതാണ് പ്രവാചകൻ ശബ്നയ്ക്ക് നൽകുന്നത്. എന്നിട്ട് താഴോട്ട് വായിച്ചു വരുമ്പോൾ കാണുന്നുണ്ട്, ഹല്ലേലൂയ, ഞാൻ ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ വെക്കും, അവൻ തുറന്നാൽ ആരും അടക്കുകയില്ല. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ പരമാധികാരത്തെ കുറിച്ചാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പഴയ നിയമ കാലഘട്ടത്തിൽ ദേശത്തിന് വരാൻ പോകുന്ന അനർത്ഥങ്ങൾ, അപകടങ്ങൾ, ദുരന്തങ്ങളെയൊക്കെ ദൈവം മുന്നമേൽ പ്രവാചകന്മാരിലൂടെ അറിയിക്കുമായിരുന്നു. പ്രൈസലോ. എന്നാൽ ഈ കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ മനസ്സിലാക്കണം, ഈ കൃപായുഗത്തിലേക്ക് വന്നപ്പോൾ പഴയ നിയമ കാലഘട്ടത്തിൽ വരാൻ പോകുന്ന ദുരന്തങ്ങൾക്ക് ദൈവം അല്ലെങ്കിൽ ഓരോരുത്തരെ നിയമിക്കുകയും അവരിൽ കൂടെ ആ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ ദൈവം ക്രമം കൊടുക്കുകയായിരുന്നു.
എന്നാൽ ഇപ്പോൾ നോക്കിയ മനുഷ്യന്റെ പാപം മുഖാന്തരം അല്ലെങ്കിൽ പഴയ നിയമ വിശുദ്ധന്മാരോട് സംസാരിച്ചതുപോലെ ദൈവം ഈ കാലഘട്ടത്തിൽ ജനത്തോട് സംസാരിക്കുന്നില്ല എന്നുള്ള അല്ലെങ്കിൽ ആ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ്? പാപം പെരുകുമ്പോൾ ദൈവം നമ്മോട് ഇടപെടുകയില്ല. നാം അകൃത്യത്തിൽ ജീവിക്കുമ്പോൾ ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയത്തില്ല. വിശുദ്ധിയിൽ വസിക്കുന്നവരോടാണ് ദൈവം ഇടപെടുന്നത്. പ്രൈസലോ. ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവസഭയുടെ കൂടിവരവിൽ പോലും, ആത്മീയ കൂടിവരവിനകത്ത് പോലും ദൈവ സാന്നിധ്യമില്ല. ദൈവ സാന്നിധ്യം ഉണ്ട് എന്ന് നാം അല്ലെങ്കിൽ പറഞ്ഞ് പരത്തി ദൈവ സാന്നിധ്യത്തിലാണ് എന്നൊക്കെ നമ്മൾ മനുഷ്യന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ചില അഭിനയങ്ങളാ പലതും. പ്രൈസലോ. നിങ്ങൾ സ്വയം നിങ്ങളുടെ കൂടിവരവിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. അല്ലേ? ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ ദൈവശബ്ദം കേൾക്കാൻ കഴിയും, ദൈവിക വിടുതലുകൾ നടക്കും. സഭയ്ക്ക് നേരെ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവാത്മാവ് നമ്മെ വ്യക്തമായിട്ട് അത് അറിയിക്കും. ഇന്ന് ഈ കാലഘട്ടത്തിൽ അതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ ഏതോ വലിയ വിപത്തിലൂടെ ദൈവസഭ കടന്നു പോകുന്നു. അതിന് പ്രധാന കാരണം വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ പാപമാണ്. അല്ലേറിയ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ പാപം ജീവിതത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ദൈവജനത്തിന്റെ അനുഗ്രഹങ്ങൾ മുഴുവൻ തടസ്സപ്പെട്ടു. രക്തം ചെയ്യാം. ഇന്ന് പകൽ ഈ ദൈവവചനം കേൾക്കുന്നവരെ സ്നേഹിത, ആമീൻ, ഈ വചനത്തിന്റെ ചരിത്ര പശ്ചാത്തലം വ്യത്യസ്തമായ ചിന്തയാണെങ്കിലും ആമീൻ, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് ദൈവം നിനക്ക് തന്നിരിക്കുന്ന അവസരങ്ങളെ നീ നഷ്ടപ്പെടുത്തി കളയാതെ വിശുദ്ധ ജീവിതം നയിച്ച്, ഹല്ലേലൂയ, നിന്റെ ജീവിത വിശുദ്ധിയെ നീ കാത്തു സൂക്ഷിച്ച്, സ്തോത്രം, ദൈവം നിനക്കായി ഒരുക്കുന്ന നിത്യമായ സ്വർഗത്തിൽ ആമീൻ നീ നിത്യജീവന്റെ അവകാശികളായി തീരണം. രക്തം ചെയ്യാം. ഹല്ലേലൂയ. ഇവിടുത്തെ താൽക്കാലിക സുഖങ്ങൾക്ക് വേണ്ടി നിന്റെ ജീവിതത്തെ നീ തകർത്ത് കളയരുതെന്ന് ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ളവൻ പറയുകയാണ്. അല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ അവന്റെ കയ്യിൽ അല്ലുയ്യ ദൈവരാജ്യത്തിന്റെ അല്ലുയ്യ അവന്റെ കയ്യിൽ ദൈവരാജ്യത്തിന്റെ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഉണ്ട് എന്നുള്ളത് മത്തായി സുവിശേഷം അല്ലേലൂയ 16:19 നമുക്ക് കാണാൻ കഴിയും. അല്ലേലൂയ. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ആരുടെ കയ്യിലാണ്? അല്ലേലൂയ, യഹോവയായ ദൈവത്തിന്റെ കരങ്ങളിലാണ് താക്കോൽ. ഇപ്പോൾ കർത്താവ് യേശുക്രിസ്തുവിന്റെ കരങ്ങളിലാണ്. അല്ലേലൂയ. കാരണം മത്തായി സുവിശേഷത്തിൽ യേശു പറയുന്നത് അവിടെ എന്താണ് പറയുന്നത്? സ്തോത്രം. മത്തായി സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു, നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും ആമി സ്വർഗത്തിൽ പെട്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ ദൈവരാജ്യത്തിന്റെ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ കർത്താവ് യേശുക്രിസ്തുവിന്റെ കരങ്ങളിലാണ്. യേശുക്രിസ്തുവിന്റെ കരങ്ങളിൽ ഇരുന്ന താക്കോൽ ആമീൻ കർത്താവ് ആരെ? പത്രോസിനെ ഏൽപ്പിക്കുക. രക്തം ചെയ്യാം. ഹല്ലേലൂയ. പത്രോസിനെ ഏൽപ്പിക്കുക. ആ പത്രോസിന്റെ കരങ്ങൾ കിട്ടിയ താക്കോൽ സ്വർഗരാജ്യ താക്കോൽ. പെന്തക്കോസ്ത് നാളിൽ പത്രോസാദിയായ 120 പേർ ഒന്നിച്ചു കൂടിയിരുന്ന് ആരാധിച്ചപ്പോൾ അന്ന് യെരുശലേമിൽ ഉത്സവത്തിനായി കടന്നു വന്ന 3000-ഓളം പേർ അവർ ഓടിയെത്തി ഞങ്ങൾ രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പി എന്ന് പറഞ്ഞപ്പോൾ അന്ന് സ്നാനമേറ്റ 3000 പേരാണ്. ഹല്ലേലൂയ. ആ 3000 പേർക്ക് എന്ത് ചെയ്തു? ആമീൻ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഇട്ട് പത്രോസ് ദൈവരാജ്യത്തെ തുറന്നു കൊടുത്തു. രക്തം ചെയ്യും. ഇവിടെ ആമീൻ അവൻ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ നമ്മുടെ കർത്താവിന്റെ കരങ്ങളിലാണ് എന്ന് നാം തിരിച്ചറിയണം. ഹല്ലേലൂയ. നമുക്കോ അല്ലെങ്കിൽ ആമീൻ അപ്പോസ്തലന്മാർക്കോ ചെന്ന് തുറക്കുവാൻ കഴിയുന്നതല്ല സ്വർഗരാജ്യം, അല്ലെങ്കിൽ വിശുദ്ധന്മാർക്ക് ചെന്ന് തുറക്കുവാൻ കഴിയുന്നതല്ല. ഈ ഭൂമിയിൽ ആർക്കും ചെന്ന് തുറക്കാൻ കഴിയുന്നതല്ല സ്വർഗരാജ്യം ആമീൻ എന്ന് പറയുന്നത്. ദൈവം അനുവദിക്കുന്ന പക്ഷം ദൈവത്താൽ നിയോഗിക്കപ്പെട്ട, ദൈവത്താൽ നിയമിക്കപ്പെട്ട, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് ആമീൻ അല്ലിയ ദൈവം നൽകുന്നൊരു അനുഭവം അത്. അല്ലേറിയ എന്ന് പറഞ്ഞാൽ പാപികളും ദോഷികളുമായിരുന്ന ഞാനും നിങ്ങളും പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച്, പാപത്തിന് വിടുതൽ പ്രാപിച്ച്, കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും പിതാവായി സ്വീകരിച്ച് ദൈവകൽപ്പന പ്രമാണിച്ച് വിശുദ്ധ ജീവിതം നയിക്കുമ്പോൾ നമുക്ക് തുറന്നു കിട്ടുന്ന വാതിലാണ് സ്വർഗരാജ്യത്തിന്റെ വാതിൽ. ഹല്ലേലൂയ. ആ സ്വർഗരാജ്യത്തിന്റെ വാതിൽ തുറന്നു തരാൻ വേണ്ടി ദൈവം ഭൂമിയിൽ തന്റെ അഭിഷക്തന്മാരെ വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അഭിഷക്തകളെ ദൈവം നിയോഗിച്ചിരിക്കുന്നു. അവർ ഗ്രാമങ്ങൾ തോറും, വീട് വീടാന്തരം, പട്ടണം തോറും, രാജ്യത്ത് നിന്ന് രാജ്യത്തിലേക്ക് പോയി കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവന്റെ വചനം, നിത്യജീവന്റെ വചനം ഹല്ലേലൂയ അവർ ലോകമെമ്പാടും വിളിച്ചു പറയുമ്പോൾ ആ വിളിച്ചു പറയുന്ന വചനങ്ങൾ കേട്ട് യേശുവിൽ വിശ്വസിക്കുന്നവർക്ക്, കർത്താവായ യേശുക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് പ്രാപിക്കുന്നവർക്ക് ആ സ്വർഗരാജ്യത്തെ താക്കോൽ ഉപയോഗിച്ച് ഹല്ലേലൂയ വചനം ഉപയോഗിച്ച് നമുക്ക് സ്വർഗരാജ്യ വാതിൽ തുറന്നു കിട്ടും.
അല്ലെങ്കിൽ അതിന് ദൈവം അഭിഷിക്തന്മാരെയൊക്കെ ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, ദൈവരാജ്യത്തിന്റെ വാതിൽ തുറന്ന് നിന്നെ ദൈവരാജ്യത്തിന്റെ പങ്കാളിയാക്കി തീർക്കുവാൻ ഹല്ലേലൂയ യേശു ആഗ്രഹിക്കുമ്പോൾ രക്തം ചെയ്യും. നീ അതിന് തയ്യാറായിട്ടുണ്ടോ? ഹല്ലേലൂയ. ഇന്നും താങ്കൾ ലോകത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ലോകപ്രകാരം ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ, താങ്കൾക്കൊരു മരണം ഇവിടെ സംഭവിക്കും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ശ്രോതാവേ, താങ്കൾക്കൊരു മരണം ഇവിടെ സംഭവിക്കും. മരണം കൊണ്ട് താങ്കളുടെ ജീവിതം അവസാനിക്കുന്നില്ല. മരണം കൊണ്ട് താങ്കളുടെ ശരീരം മാത്രമാണ് ഈ ഭൂമിയിൽ മണ്ണിനോട് ലയിച്ചു ചേരുന്നത്. ഹല്ലേലൂയ. താങ്കളുടെ ഉള്ളിൽ കിടക്കുന്ന നിത്യജീവൻ, ജീവൻ എന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ ശ്വാസമാണ്. അല്ലേ? ഈ ദൈവത്തിന്റെ ശ്വാസം ദൈവത്തിന്റെ അരികിലേക്ക് തന്നെ പോകണമെങ്കിൽ, അത് ദൈവരാജ്യത്തിൽ എത്തണമെങ്കിൽ താങ്കൾ ഇവിടെ വിശുദ്ധിയിൽ ജീവിക്കണം. രക്തം ചെയ്യും. അതുകൊണ്ട് കർത്താവ് പറയാണ്, എല്ലാവർക്കും ഒന്നും ഇത് തുറന്നു കിട്ടത്തില്ല. സ്വർഗ്ഗരാജ്യ താക്കോൽ തുറന്നു കിട്ടത്തില്ല. അതുകൊണ്ടാണ് ആരും അടക്കാതെ വണ്ണം തുറക്കുകയും, അപ്പൊ ആർക്കും അടയ്ക്കുവാൻ കഴിയാത്ത വിധത്തിൽ നിനക്ക് മുമ്പിൽ ദൈവരാജ്യം, സ്വർഗരാജ്യം തുറന്നിരിക്കുന്നു. ഹല്ലേലൂയ. അത് ആരും തുറക്കാതെ വണ്ണം അല്ലെങ്കിൽ അടയ്ക്കുകയും ചെയ്യുന്നവൻ രക്തം ചെയ്യും. അത് നിനക്ക് മുമ്പിൽ ദൈവരാജ്യത്തിന്റെ, സ്വർഗരാജ്യത്തിന്റെ വാതിൽ തുറന്നു വെച്ച് കർത്താവ് വിളിക്കുക. അതെ, നീ കർത്താവ് യേശുവിനെ സ്വന്തം രക്ഷിതാംബിതമായി സ്വീകരിച്ച് ഹല്ലേലൂയ നീ കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യനെ കൊണ്ട് യാതൊരുവിധ പ്രയോജനമില്ലെന്ന് നമുക്കറിയാം. ഹല്ലേലൂയ. മരിച്ചു കഴിഞ്ഞിട്ട് ആ മനുഷ്യന്റെ ബോഡിക്ക് മുമ്പിൽ നിന്ന് നമ്മൾ എത്ര വലിയ ശുശ്രൂഷ ചെയ്തുകൊണ്ടും പ്രയോജനമില്ല. കാരണം മരിച്ചുപോയ വ്യക്തി അതൊന്നും കേൾക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ആത്മാവ് അദ്ദേഹം മരിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിൽ നിന്ന് വിട്ടുപോയി. പിന്നെ അവിടെ അത് കിടക്കുന്ന ബോഡി മാത്രമാണ്. അതുകൊണ്ടാണ് ദൈവവചനം ഹല്ലേലൂയ പറയുന്നത്, നീ ജീവനോടെ ഇരിക്കുമ്പോൾ കർത്താവ് യേശുവിനെ സ്വന്തം രക്ഷിതാവിനായി സ്വീകരിച്ച് പാപത്തിന് പരിഹാരം വരുത്തി ശുദ്ധീകരണം നടത്തി ജീവിത വിശുദ്ധിയോടെ ജീവിച്ചാൽ ആരും അടയ്ക്കാതെ വണ്ണം തുറന്നിരിക്കുന്ന ദൈവരാജ്യത്തിൽ നിനക്ക് പ്രവേശിക്കാൻ കഴിയും. രക്തം ചെയ്യും. ഹല്ലേലൂയ. മലിന മോഹങ്ങളെ മുഴുവൻ ഉപേക്ഷിച്ച് കളയണം. മലിന ചിന്താഗതികളെ മുഴുവൻ നീക്കിക്കളയണം. അശ്ലീലമായ ജീവിത സാഹചര്യങ്ങൾ നീ പുറത്തു വരണം. ഈ ലോകത്തിന്റെ ലഹരികൾ കടിമപ്പെട്ട് നീ പോകരുത്. പാപസുഖങ്ങളിൽ വീണ് നിന്റെ നിത്യത നഷ്ടപ്പെടുത്തി കളയരുത്. രക്തം ചെയ്യും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ രക്തം ചെയ്യും. നമുക്ക് ഒരുപാടൊന്നും കാര്യങ്ങൾ സമ്പാദിച്ചു കൂട്ടാൻ പറ്റിയെന്ന് വരില്ല. ചിലരൊക്കെ നന്നായിട്ട് സമ്പാദിക്കുന്നവര് ആമിലലിയ, അവർക്ക് ഒരുപാട് സമ്പത്തും പണങ്ങളൊക്കെ കാണും. നമ്മളതൊന്നും ഓർത്ത് ഭാരപ്പെടണ്ട. നിനക്ക് സമ്പാദിക്കാൻ കഴിയുന്നത് എന്താണോ അത് ദൈവം നിനക്ക് വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ. ഈ ലോകത്തിൽ കുറച്ച് പണങ്ങൾ സമ്പാദിച്ചത് കൊണ്ടോ, പേരും പ്രീതിയും പ്രശസ്തിയും ഒക്കെ നമുക്കുണ്ടായത് കൊണ്ടോ, സ്ഥാനമാനങ്ങളും അധികാരങ്ങളും ഉന്നതമായ പൊസിഷനുകളൊക്കെ നിങ്ങൾ എത്തിയത് കൊണ്ടോ, ഹല്ലേലൂയ, ലോകം നിങ്ങളെ വളരെ വാനോളം ഉയർത്തി പുകഴ്ത്തി പറഞ്ഞത് കൊണ്ടൊന്നും നിങ്ങൾക്ക് നിത്യതയിലെത്തുവാൻ കഴിയില്ല. രക്തം ചെയ്യും. നിത്യതയിലെത്തണമെങ്കിൽ ഈ ഭൂമിയിൽ വെച്ച് നിങ്ങൾ എത്ര ഉയർന്നവനായിരുന്നാലും താഴ്ന്നവനായിരുന്നാലും കർത്താവ് യേശുവിനെ സ്വന്തം രക്ഷിതാവിധമായി സ്വീകരിക്കണം. യേശു ക്രിസ്തുവിനെ ആണ് നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നേടിയെടുക്കേണ്ടത്. യേശു നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ നിങ്ങൾ തകർന്നു പോകുകയില്ല. അപ്പം മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ ഹല്ലേലൂയ യേശു ക്രിസ്തുവിന്റെ കയ്യിൽ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ സ്വർഗരാജ്യത്തിന്റെ താക്കോല് നമ്മുടെ കർത്താവിന്റെ കരങ്ങളിലാണ്. രക്തം ചെയ്യും. അതുകൊണ്ടാണ് ഹല്ലേലൂയ ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ. ലോകത്തിൽ ആർക്കും സ്വർഗരാജ്യം തുറക്കാൻ കഴിയത്തില്ല. ഒരു മത നേതാവിനും തുറക്കാൻ കഴിയത്തില്ല. ഒരു രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക ചരിത്ര പശ്ചാത്തലങ്ങളിൽ നിൽക്കുന്ന ഒരുവനും ഹല്ലേലൂയ ഇവിടുത്തെ ഒരു ഉന്നതന്മാർക്കും ഒരു ഗവൺമെന്റിനും ഹല്ലേലൂയ സ്വർഗരാജ്യം തുറക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുന്നവൻ ഹല്ലേലൂയ അത് കർത്താവിന് മാത്രമാണ് പരമാധികാരം. രക്തം ചെയ്യും. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, എത്ര കാലമായി നിങ്ങൾ ഈ ഭൂമി ജീവിക്കാൻ തുടങ്ങിയിട്ട്? എത്ര കാലമായി ഇവിടുത്തെ സുഖലോലുപ ജീവിതത്തിനകത്ത് നീ മുഴുകി ജീവിക്കുന്നു? എത്ര കാലമായി സുവിശേഷം കേൾക്കുന്നു? ഇന്നും സുവിശേഷത്തിന് നിന്റെ കാത് വിട്ടുകൊടുക്കാതെ, ഹൃദയം വിട്ടുകൊടുക്കാതെ നീ പലവിധമായ ഉപാധികൾ പറഞ്ഞ് നിന്റെ കഴിഞ്ഞകാല ജീവിതത്തിന്റെ പരാജയങ്ങളോ വിജയങ്ങളോ ഒക്കെ നീ പറഞ്ഞ് നീ ദൈവത്തിന് അകന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന് പകൽ മടങ്ങി വാങ്ങാം. ദൈവം നിനക്ക് ആ സ്വർഗരാജ്യത്തിന്റെ വാതിൽ തുറന്നു തരും. ഹല്ലേലൂയ.
ഭൂമിയിൽ പുകഴുവാൻ പ്രശംസിക്കുവാൻ നമുക്ക് അനവധി കാര്യങ്ങളുണ്ടാകാം. ഭൂമിയിൽ പ്രശംസിക്കുവാനുള്ള അനവധി സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നുപോയേക്കാം. പക്ഷെ അതെല്ലാം വ്യർത്ഥമാണ്. ലേലിയ ഈ ഭൂമി നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒന്നുണ്ടെങ്കിൽ അത് നിത്യജീവനാണ്. പ്രൈസ് ദി ലോർഡ്. നിത്യജീവനുള്ളിലുള്ളവനും മാത്രമേ ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ തന്നെ തകർത്ത് കളയാതെ, നിങ്ങൾ തന്നെ നശിപ്പിച്ച് കളയാതെ, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിൽ നിത്യതയുടെ വാതിൽ, സ്വർഗരാജ്യത്തിന്റെ വാതിൽ തുറന്നാണോ കിടക്കുന്നതെന്ന്, ഹല്ലേലൂയ, നിന്നെ തന്നെ ശോധന ചെയ്ത് നോക്കണം. രക്തം ചെയ്യും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മടങ്ങി വരാൻ കർത്താവ് ഈ ദിവസം കൂടെ അവകാശം തന്നിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ മരിച്ചിട്ടില്ലെങ്കിൽ, മരിക്കാതെ നിങ്ങൾ ജീവനോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി കർത്താവ് സ്വർഗരാജ്യത്തിന്റെ വാതിൽ തുറന്നു തരാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഇരുത്തിയതാ. നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എങ്കിൽ, നിങ്ങളത് അനുസരിക്കുന്നില്ല എങ്കിൽ, ഹല്ലേലൂയ, ശെബ്നയ്ക്ക് പറ്റിയതുപോലെ നിങ്ങൾക്കും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ താക്കോൽ എന്നാൽ അത് മരണത്തിന്റെയും പാതാളത്തിന്റെയും എന്ന് പറയുമ്പോൾ, അപ്പോൾ തന്നെ താക്കോല് സ്വർഗരാജ്യത്തെ കുറിച്ച് പറയുമ്പോൾ, ഇവിടെ താക്കോൽ അത് ഭരണത്തെയും അധികാരത്തെയും കുറിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഈ താക്കോൽ കൊണ്ട് പല അർത്ഥങ്ങൾ കാണാൻ കഴിയും. ഇവിടെ താക്കോൽ ഭരണത്തെയും അധികാരത്തെയും കുറിക്കുന്നു. ആകാശത്തിനും ഭൂമിയിലുമുള്ള സകല അധികാരവും യേശു ക്രിസ്തുവിന്റെ കയ്യിൽ ദാവീദിന്റെ താക്കോലും ഉണ്ടെന്ന് ഫിലദൽഫിയയിലെ സഭയ്ക്ക് യേശു തന്നെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഹല്ലേലൂയ. യേശുവിനാണ് ഈ താക്കോലെന്ന് ഫിലദൽഫിയ സഭയ്ക്കും വെളിപ്പെടുത്തി കൊടുക്കുക. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ളവൻ യേശുവാ. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം, ഹല്ലേലൂയ, അതിന്റെ 18-ാമത്തെ വാക്യം അങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? യേശു അടുത്ത് ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതെ, സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരവും കർത്താവായ യേശു ക്രിസ്തുവിനാ. അപ്പൊ സ്വർഗരാജ്യത്തിന്റെ സകല അധികാരവും യേശുവിനായതുകൊണ്ട് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിപ്പാൻ യേശു ക്രിസ്തുവിന്റെ കയ്യിലുള്ള താക്കോലുകൾ കൊണ്ട്, ഹല്ലേലൂയ, ദൈവരാജ്യം, സ്വർഗരാജ്യം നമുക്ക് തുറക്കുന്നില്ലെങ്കിൽ അങ്ങോട്ട് നമുക്ക് പ്രവേശിപ്പാൻ കഴിയില്ല. ഹല്ലേലൂയ. നമ്മളൊക്കെ ഈ വീടിനും കണ്ടയ്ക്കും ഒക്കെ നമ്മൾ പണിത് കഴിയുമ്പോൾ അതിന് പൂട്ട് പിടിപ്പിക്കാറുണ്ടല്ലോ. ചിലപ്പം പൂട്ടൊക്കെ പിടിപ്പിച്ച് കഴിയുമ്പം അതിന് കള്ളപ്പൂട്ട് വീഴും. പണ്ടൊരിക്കൽ ഞാൻ ഓർക്കുന്നുണ്ട്, കുറെ കാലങ്ങൾക്ക് മുമ്പാ, ഞാൻ വിശ്വാസത്തിലേക്ക് വരുന്നപ്പ ഒരിക്കലും ഞങ്ങളുടെ നാട്ടിൽ ഒരു കടയ്ക്ക് രാവിലെ കട തുറക്കാൻ വന്നപ്പോൾ അത് തുറക്കത്തില്ല. അപ്പൊ കാരണം ചോദിച്ചപ്പോൾ കള്ളപ്പൂട്ട് വീണെന്നാ പറയുന്നത്. അപ്പം പലരും ശ്രമിച്ചു നോക്കി ആ പൂട്ടൊന്നും തുറക്കാൻ, ആർക്കും തുറക്കാൻ പറ്റുന്നില്ല. അവസാനം ഞാനും ആ താക്കോല് വാങ്ങി, ഹല്ലേലൂയ, അതും തുറക്കാൻ നോക്കി, തുറക്കാൻ പറ്റിയില്ല. അല്ലെങ്കിൽ പിന്നെ അത് പൊളിക്കേണ്ടി വന്നു. എന്ന് പറഞ്ഞതുപോലെ ആരും തുറക്കാതെ വണ്ണം സ്വർഗരാജ്യം അടച്ചു വെച്ചിരിക്കുന്നത് നിനക്ക് മുമ്പിൽ തുറക്കണമെങ്കിൽ അത് യേശുവിന് മാത്രമേ കഴിയൂ. അപ്പൊ ആരും തുറക്കാതെ വണ്ണം അടച്ചത് യേശുവാണ്, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നത് യേശുവാണ്. അല്ലേ? ഇത് രണ്ടിന്റെയും പരമാധികാരം കർത്താവിന്. ഹല്ലേലൂയ. നിങ്ങൾ നിങ്ങളുടെ പാപ സ്വഭാവത്തെ വിട്ട് മടങ്ങി വന്ന് കർത്താവിന് പ്രസാദമായുള്ളത് ചെയ്ത് വിശുദ്ധ ജീവിതം നയിക്കുമ്പോൾ, ഹല്ലേലൂയ, ലോകം തുറക്കാത്ത, ലോകത്തിന് തുറക്കാൻ കഴിയാത്ത സ്വർഗം നിങ്ങളുടെ മുമ്പിൽ തുറക്കുകയാണ്. രക്തജയം. അതുകൊണ്ട് യേശുവിലേക്ക് നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കണം. അപ്പൊ ഇവിടെ താക്കോൽ എന്ന് പറയുന്ന ഭരണത്തെയും അധികാരത്തെയും കുറിക്കുന്നു. ആകാശത്തിനും ഭൂമിയിലുള്ള സകല അധികാരവും യേശുവിനാ. യേശു നമുക്കത് പരിചയപ്പെടുത്തി തരിക. ഇനി നിങ്ങൾ അമിലലിയ സ്വതന്ത്രം, ഞാൻ ഒരു ഉദാഹരണം കൂടെ പറയാം. നിങ്ങൾ വീട് വിട്ട് പുറത്തു പോകുമ്പോൾ, നിങ്ങൾ സ്വന്തമായിട്ട് വീടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ വാടക കെട്ടിടത്തിലാണ് താമസിക്കുന്നതെങ്കിൽ പോലും, നിങ്ങൾ ഓരോ ദിവസവും വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ, മറ്റു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന താക്കോൽ വെച്ച് നിങ്ങൾ നിങ്ങളുടെ വീട് പൂട്ടി സുരക്ഷിതമാക്കും. ഹല്ലേലൂയ. എന്നിട്ട് ആ താക്കോൽ നിങ്ങൾ സുരക്ഷിതമായി നിങ്ങളുടെ കരങ്ങളിൽ സൂക്ഷിക്കും. എന്തുകൊണ്ടാണത്? മറ്റാരും വന്ന് നിങ്ങളുടെ വീട് തുറക്കാതിരിക്കാൻ വേണ്ടി. ഹല്ലേലൂയ. ആർക്കും നിങ്ങളുടെ വീട് തുറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വീട് നിങ്ങൾ അടച്ചുപൂട്ടി വെച്ചിരിക്കുന്നത് പോലെ തന്നെയാണ് ദൈവരാജ്യത്തിലും സംഭവിക്കുന്നത്. ദൈവരാജ്യം എന്ന് പറഞ്ഞ, സ്വർഗരാജ്യം എന്ന് പറയുന്നത് നമ്മുടെ ദൈവത്തിന്റെ പരമാധികാരത്തിലാണെന്ന് ഞാൻ പറഞ്ഞു. അത് അടച്ചു വെച്ചിരിക്കുന്നതും ദൈവമാണ്, ഞാൻ തുറക്കുന്നതും ദൈവമാണ്. അല്ലെങ്കിൽ ആർക്കും കൂടെ നുഴഞ്ഞു കയറാൻ പറ്റത്തില്ല. ഹല്ലേലൂയ.
ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് നുഴഞ്ഞു കയറുക, പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുക, ഇവിടുന്ന് ബംഗ്ലാദേശ് ഇങ്ങോട്ട് നുഴഞ്ഞു കയറുക. അങ്ങനെയൊന്നും നുഴഞ്ഞു കയറാൻ പറ്റുന്നതല്ല ഹല്ലേലൂയ സ്വർഗരാജ്യം. താക്കോലുള്ളവന്റെ കരങ്ങൾ കൊണ്ട് മാത്രമേ തുറക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവിക ആമേലരിയ പ്രവൃത്തി നിന്നിൽ വെളിപ്പെടുമ്പോൾ, ദൈവിക സാന്നിധ്യം നിന്നിൽ വെളിപ്പെടുമ്പോൾ, ദൈവിക വചനം നിന്റെ കാതുകളിലെത്തുമ്പോൾ ഇനിയും നീ പിന്നോക്കം മാറി നിൽക്കാതെ ഹല്ലേലൂയ അതെന്നോടാണ് സംസാരിക്കുന്നത്, എന്റെ പാപത്തെ വെളിപ്പെടുത്തുന്നതാണ്, ദൈവരാജ്യത്തിന് എന്നെ ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഇത്രമാത്രം ദൈവിക സന്ദേശങ്ങൾ എന്റെ കാതുകൾ കൊണ്ട് കേൾക്കുവാൻ എനിക്ക് അവസരം തരുന്നത് നീ ചിന്തിച്ചിട്ട് ഹല്ലേലൂയ മടങ്ങി വരണം. മടങ്ങി വന്ന് യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കണം ഹല്ലേലൂയ. അപ്പം ദൈവം തനിക്ക് ഇഷ്ടമുള്ളവർക്കും വിശ്വാസമുള്ളവർക്കും ഭരണത്തെയും അധികാരത്തെയും ശക്തിയെയും കൊടുക്കുന്നു. നമ്മുടെ കർത്താവ് ഇഷ്ടപ്പെടുന്നവർക്ക് ഭൂമിയിൽ ദൈവസഭയുടെ ഭരണവും ഹല്ലേലൂയ ദൈവസഭയുടെ അധികാരവും പരിശുദ്ധാത്മാവിന്റെ ശക്തി നൽകുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം കർത്താവ് തരുന്നതാണ്. ഭൂമി നമ്മെ ആക്കി വെച്ചിരിക്കുമ്പോൾ, നാം സുവിശേഷ പ്രവൃത്തി ചെയ്യുമ്പോൾ, സുവിശേഷ വേല ചെയ്യുമ്പോൾ ആ സഭയുടെ മേലുള്ള അധികാരം ദൈവം നമുക്ക് തരികയാണ്. ആ സഭയെ ഭരിക്കുവാനുള്ള അധികാരം തരികയാണ്. ആ സഭയെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ, ആത്മാവിന്റെ ശക്തിയാൽ നടത്തുവാനുള്ള അധികാരം തരുന്നത് യേശുവാണ് ഹല്ലേലൂയ. അല്ലാതെ ദൈവസഭ എന്ന് പറയുന്നത് മനുഷ്യന്റെ അധികാരത്തിലുള്ളതല്ല, ദൈവത്തിന്റെ അധികാരത്തിലുള്ളതാണ്. എന്നെ കേൾക്കുന്ന ശ്രോതാവ്, എന്നെ കേൾക്കുന്ന സഹോദര, എന്നെ കേൾക്കുന്ന മതങ്ങളോട്, മതനേതാക്കന്മാരോട് ചോദിക്കട്ടെ, ക്രൈസ്തവ സമൂഹത്തോട് ചോദിക്കട്ടെ, നിങ്ങളുടെ സഭയുടെ അധികാരം ആർക്കാണ്? നിങ്ങളുടെ സഭയുടെ താക്കോൽ ആരുടെ കയ്യിലാണ്? നിങ്ങളുടെ സഭയെ നിയന്ത്രിക്കുന്നത് ആരാണ്? ഹല്ലേലൂയ. നിങ്ങളുടെ സഭയെ നിയന്ത്രിക്കുന്ന, നിങ്ങളുടെ സഭയിൽ സംഘർഷം ഉണ്ടാക്കുന്നവരോ, കലക്കൽ ഉണ്ടാക്കുന്നവരോ, ഗ്രൂപ്പ് ഉണ്ടാക്കുന്നവരോ, നിങ്ങളുടെ സഭയ്ക്കകത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവരാരുടെങ്കിലാണോ നിങ്ങളുടെ സഭയുടെ അധികാരം? ഹല്ലേലൂയ. പല സഭകളിലും അങ്ങനെ കാണുന്നേ. പാസ്റ്റർക്ക് യാതൊരു വിലയില്ല, അവിടുത്തെ ഇടയന് യാതൊരു വിലയില്ല. വരുന്ന വിശ്വാസികളാണ് ഭരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രശ്നേക്ക് ഞാൻ പറയട്ടെ, ദൈവസഭയുടെ ഭരണ ചുമതലയും അധികാരവും ആത്മാവിന്റെ ശക്തിയോടും കൂടി ദൈവമാണ് സഭയ്ക്ക് ഇടയനെ വെച്ചിരിക്കുന്നത്. അപ്പൊ ഇടയനിലൂടെ നിങ്ങൾക്ക് ആ സ്വർഗരാജ്യത്തിന്റെ വാതിൽ ഓരോ ദിവസവും തുറന്നു കിട്ടുമ്പോൾ, വചനം നിങ്ങളോട് അറിയിക്കുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിന്റെ കുറവുകളെ കാണിച്ചു തരുമ്പോൾ, നിങ്ങൾ അതിനോട് എതിർത്ത് നിൽക്കാതെ ഹല്ലേലൂയ അനുദിനം മാനസാന്തരപ്പെട്ട് ആ ദൈവരാജ്യത്തിൽ നിങ്ങൾ നിൽക്കണം, രക്തം ചെയ്യാം ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ടാണ് യേശു പത്രോസിനോട് പറഞ്ഞത്, പത്രോസിനൊക്കെ യേശു പറയുന്നത്, സ്വർഗരാജ്യ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു, നീ ഭൂമിയിൽ കിട്ടുന്ന നോക്കി സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കും നോക്കി സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. വളരെ അധികാരമാണ് ദൈവം കൊടുക്കുന്നത്. അതെ, നമുക്ക് തന്നിരിക്കുന്ന അധികാരം ഹല്ലേലൂയ. മാത്രമല്ല യേശു നമ്മോട് പറയുകയാണ്, ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ നിനക്ക് നേരെ ഒരുപാട് എതിർപ്പുകൾ കടന്നു വരും, ഒരുപാട് പ്രശ്നങ്ങളെ നീ അഭിമുഖീകരിക്കേണ്ടി വരും, പരിശോധനകൾ നിന്റെ ജീവിതത്തിൽ വരും. അവിടെയും നിനക്ക് ഞാൻ അധികാരം തന്നിട്ടുണ്ട് ഹല്ലേലൂയ. അതുകൊണ്ടാണ് ലൂക്കോസ് സുവിശേഷം 10-19 വാക്യം നമ്മൾ വായിക്കുന്നത്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിനക്ക് അധികാരം തരുന്നു ഹല്ലേലൂയ. അപ്പം ഭൂമിയിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ജലത്തെയും എന്ന് പറഞ്ഞാൽ ശത്രുവിന്റെ സകല തന്ത്രങ്ങളെ, ഇവിടുത്തെ സാത്താന്റെ ആധിപത്യങ്ങളെ, സാത്താന്റെ അധികാരത്തെ, സാത്താന്റെ തന്ത്രങ്ങളെ മുഴുവൻ തകർക്കുവാൻ ഉള്ള അധികാരം ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഹല്ലേലൂയ. അപ്പം ദൈവിക അധികാരത്തിൽ നിങ്ങൾ നിൽക്കുമ്പോഴാണ് നിങ്ങളിൽ ദൈവിക സാന്നിധ്യം ഉണരുന്നത്, രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പലരുടെയും ജീവിതത്തിൽ ദൈവിക സാന്നിധ്യം ഉണരുന്നത് ഞായറാഴ്ച രാവിലെയാണ് ഹല്ലേലൂയ. എന്ന് പറഞ്ഞ ഞായറാഴ്ച ആരാധന കഴിഞ്ഞപ്പോൾ ചിലരൊക്കെ പിറ്റേ ഞായറാഴ്ച ആരാധനയ്ക്കോ പ്രാർത്ഥനയ്ക്കോ സഭയിലേക്കോ പോകുന്നത്. ഇനി സഭയുടെ ഇടയനെ പോലും വിളിക്കാൻ കഴിയാതെ, സഭയുടെ ശുശ്രൂഷ എന്താന്ന് പോലും തിരിച്ചറിയാൻ കഴിയാതെ മനുഷ്യൻ തിരക്കേറിയ ജീവിതത്തിലാണ്.
എന്നാൽ ചിലരൊക്കെ ഉണ്ട് അനുദിനം ദൈവസഭയുമായി ബന്ധപ്പെട്ട് നിന്ന് സഭയുടെ കൂടിവരവുകളും സഭയുടെ കൂട്ടായ്മകൾക്കും ചുമൽ കൊടുത്ത് ആത്മീയമായി അനുഗ്രഹിക്കപ്പെടുന്നവരുണ്ട്. ചിലരൊക്കെ ഞായറാഴ്ച മാത്രമാണ്. എന്നാൽ ചിലരൊക്കെ ഞായറാഴ്ച പോലും സഭയിൽ കടന്നു വരാതെ വിശുദ്ധ സഭായോഗത്തിന് പോലും കൂടിവരവിന് പോലും കൂടാതെ ആഴ്ചയിൽ 6 ദിവസവും ജോലി ചെയ്തിട്ട് 7-ാം ദിവസം സ്വസ്ഥമായിരുന്ന് കർത്താവിനെ ആരാധിക്കേണ്ടതിന് പകരം അവരന്നത്തെ ദിവസം എന്ത് ചെയ്യുന്നു? അല്ലരിയ അന്ന് ജോലിക്ക് കടന്നു പോകുന്നു, അല്ലെങ്കിൽ എവിടെയെങ്കിലും ടൂറ് കടന്നു പോകുന്നു. കാരണം ദൈവമാരെന്നറിയാത്തവൻ, ദൈവിക അധികാരം എന്തെന്നറിയാത്തവൻ, അല്ലേലുയ രക്ഷ എന്താണ്, വീണ്ടെടുപ്പ് എന്താണ്, മാനസാന്തരം എന്താണെന്ന് അറിയാത്തവൻ, അല്ലേലുയ അവൻ ലോകപ്രകാരം ജീവിക്കും. രക്ഷിക്കപ്പെട്ടു, അല്ലേലുയ രക്ഷിക്കപ്പെട്ടു, മാനസാന്തരപ്പെട്ടു, കർത്താവിന്റെ കൽപ്പനയെ സ്നാനം സ്വീകരിച്ചു, ദൈവസഭയിൽ വന്നു, അഭിഷേകം പ്രാപിച്ചു, ആമീൻ, തിരുവത്താഴ് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നു. പക്ഷേ ആരാധന മുടക്കുന്നു, അല്ലേല് ആരാധന മുടക്കി മറ്റാവശ്യങ്ങൾക്ക് പോകുന്നു. കാരണം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ മാനസാന്തരം ഉള്ളിൽ വന്നിട്ടൊന്നുമില്ലെന്നുള്ളതാണ്. യഥാർത്ഥ മാനസാന്തരത്തിന് വേണ്ടി ദൈവം ദൈവം നിന്നെ പ്രയോജനപ്പെടുത്തിയിരുന്നു. അതുകൊണ്ടാണ് നിനക്ക് അഭിഷേകം തന്നത്. പക്ഷെ നിന്നെ കൊണ്ട് അവരിൽ പ്രയോജനമില്ലെന്ന് ദൈവത്തിന് മനസ്സിലായി. അവിടെ എന്നെ കേൾക്കുന്ന സഹോദര സൂര്യ, നിനക്ക് തന്നിരിക്കുന്ന അധികാരത്തെ നീ ജനത്തിന്റെ മധ്യ ഉപയോഗിക്കുവാൻ, അത് ജനത്തിൽ ആ അധികാരം വെളിപ്പെടുത്താൻ ദൈവം നിന്നെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് നീ വിശ്വസ്തതയുള്ളവനായിരിക്കണം. രക്തം ചെയ്യും. നിങ്ങൾ പത്മോസിന്റെ ഏകാന്തത്തിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൈവവചനത്തെ അക്ഷരം പ്രതി അനുസരിച്ചവൻ, ദൈവവചനത്തെ പൂർണ്ണമായി ഹൃദയത്തോട് ചേർത്ത് പിടിച്ചവൻ, യേശുവിനോട് കൊണ്ട് കൂടെ നടന്നവൻ, അല്ലേലിയ യേശുവിന്റെ മാറോട് ചേർന്നിരുന്നവൻ, കർത്താവായ യേശുവിന് വേണ്ടി കഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടും വേദനകൾ സഹിക്കേണ്ടി വന്നിട്ടും മരണം തന്റെ മുമ്പിൽ വന്നു നിന്നിട്ടും അവിടെയൊന്നും അധൈര്യപ്പെട്ടു പോകാതെ പത്മോസിന്റെ ഏകാന്തത്തിലും യേശുവിനോട് ചേർന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഉപയോഗിച്ച് നമ്മുടെ കർത്താവ്, അല്ലേലിയ യോഹന്നാനും അത് വെളിപ്പെടുത്തി കൊടുത്തു. സ്വർഗം തുറന്ന് ദൈവികമായ ദർശനങ്ങളെ, വെളിപ്പാടുകളെ യോഹന്നാനും ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. രക്തം ചെയ്യും. ഈ വചനമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ, അല്ലേലിയ എന്നെ കേൾക്കുന്ന നമ്മുടെ ഉള്ളിൽ ആത്മാവിന്റെ ഒരു അനുഭവം ഉണ്ടായിരിക്കണം. അല്ലേലിയ പരിശുദ്ധാത്മാവിന്റെ അനുഭവം നിന്റെ ജീവിതത്തിലില്ലെങ്കിൽ ഈ വചനത്തിനകത്ത് പറയുന്നതൊന്നും നിനക്ക് മനസ്സിലാകത്തില്ല. അല്ലേലിയ അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടവൻ, വീണ്ടെടുക്കപ്പെട്ടവൻ, മാനസാന്തരപ്പെട്ടവൻ, സുവിശേഷത്തിന് വേണ്ടി ചുമൽ കൊടുത്തവൻ, സുവിശേഷത്തിനായി സമർപ്പിച്ചവൻ എന്ത് ചെയ്യണം? അവരിടത്തോട്ടോ വലത്തോട്ടോ മാറാതെ, അല്ലേലുയ കാനുദീനം കർത്താവ് യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നവനായി മാറണം. രക്തം ചെയ്യും. ഇവിടെ ദാവീദിന്റെ താക്കോൽ എന്താണ്? ദാവീദിന്റെ താക്കോൽ എന്താണ്? അല്ലേലിയ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട അത്യാവശ്യമാണ്. ആമേൻ. ദാവീദിന്റെ താക്കോൽ എന്ന് പറയുമ്പോൾ നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിലേക്ക് മടങ്ങി വരണം. അല്ലേലിയ മത്തായിയുടെ സുവിശേഷം വായിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം, അല്ലേലിയ അതിന്റെ 1-ാമത്തെ വാക്യം വായിച്ചാൽ ഇവിടെ ഇങ്ങനെ കാണാൻ കഴിയും. അല്ലേലിയ അബ്രഹാമിന്റെ പുത്രനായിരിക്കുന്ന ദാവീദിന്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ വംശാവലി എന്നവിടെ ആരംഭിക്കുന്നത് കാണാൻ കഴിയും. അല്ലേലിയ നമ്മുടെ കർത്താവ് ദാവീദിന്റെ പുത്രനാണ്. പുതിയ നിയമത്തിന്റെ പുതിയ നിയമത്തിന്റെ ആദ്യ വചനത്തിൽ തന്നെ അവിടെ രേഖപ്പെടുന്ന ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തു എന്നെഴുതിയിരിക്കുന്നു. അല്ലേ? അപ്പം ദൈവരാജ്യത്തിന്റെ പരമാധികാരം മുഴുവൻ യേശുക്രിസ്തുവിലാണെന്നും വീണ്ടെടുപ്പിന്റെ പരമാധികാരം മുഴുവൻ യേശുവിലാണെന്നും ഒരുവൻ എങ്ങനെ വീണ്ടെടുക്കപ്പെടണമെന്നും എങ്ങനെ വീണ്ടെടുപ്പിന്റെ അനുഭവം പ്രാപിക്കുമെന്നും ഒക്കെ മത്തായി സുവിശേഷം 1-1 പറയുക. അവിടെ പറയുന്ന അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി. ഇന്ന് പലരും വിശ്വാസത്തിലാണെങ്കിലും അവർ പാരമ്പര്യം പറഞ്ഞു, ഞങ്ങൾ ആരാ, ഞങ്ങളുടെ കുടുംബം എന്താ, ഞങ്ങളുടെ പശ്ചാത്തലം, ഞങ്ങൾ എങ്ങനെ ജീവിച്ചതാ, ഇന്നും ഞങ്ങളുടെ കുടുംബം അറിയാം, ഞങ്ങളുടെ തറവാട് അറിയാമോ, ഞങ്ങളുടെ ഇല്ലം അറിയാമോ, ഞങ്ങൾ ആരാണെന്ന് അറിയാമോ എന്നൊക്കെ പല പെന്തക്കോസ്തുകാരും പല വിശ്വാസികളും ക്രൈസ്തവ സമൂഹമൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലേറിയ പക്ഷെ നിങ്ങൾ വേദപുസ്തകം വായിച്ചേ. വേദപുസ്തകം വായിക്കുമ്പോൾ എന്താണ്? മത്തായി 1-ാം അധ്യായം 1-ാം വാക്യം വായിക്കണം. എന്നിട്ട് നിങ്ങൾ ചോദിക്കണം, ഞാൻ എവിടെയാണ് നിൽക്കുന്നത്? എന്റെ പാരമ്പര്യത്തിലാണോ നിൽക്കുന്നത്? അല്ലേറിയ അതോ ഞാൻ അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ യേശുക്രിസ്തുവിന്റെ വംശാവലിയിലാണോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. അല്ലേറിയ ചിലര് പറയും അല്ലേറിയ എന്റെ മാതൃസഭ എന്ന് പറയുന്ന കുറെ ആളുകളുണ്ട്.
വിശ്വാസത്തിലേക്ക് വന്നവരാ, ദൈവവചനം കേൾക്കുന്നവരാ, ദൈവവചനം അനുസരിച്ച് നിൽക്കുന്നവരാ ജനത്തിന് മുമ്പിൽ. പക്ഷെ അവരുടെ സംസാരത്തിനകത്ത് പറയും ഞങ്ങളുടെ മാതൃസഭ എവിടെയായിരുന്നു, ഞങ്ങളുടെ മാതൃസഭയിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഞങ്ങളുടെ മാതൃസഭയിൽ ഒരു ഉത്സവം ഉണ്ടായത്, ഞങ്ങൾ അങ്ങോട്ട് പോയെന്ന് പറയും. വിശ്വാസികൾ പറയുന്നതാ. അപ്പൊ അവര് വീണ്ടെടുപ്പിന്റെ അനുഭവം അറിയത്തില്ല. അപ്പൊ ചിലര് പറയും ഇവരറിയ നമ്മുടെ ബൈബിള് തന്നെയാണ് പ്രസംഗിക്കുന്നത്, അവർ ഒരു മാറ്റമില്ലാതെ പ്രസംഗിക്കുന്നുണ്ട്. അതേ സ്നേഹിക്കുന്ന ഇവിടെ ക്രൈസ്തവ സമൂഹം ഒഴിച്ചാൽ ബാക്കിയുള്ളവരെല്ലാം ഈ സത്യവേദ പുസ്തകം വായിക്കുന്നത്. ഈ സത്യവേദ പുസ്തകം എല്ലാവരും കയ്യിൽ പിടിച്ചത് കൊണ്ട്, എല്ലാവരും കൊണ്ട് നടന്നത് കൊണ്ട് അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ ഭാര്യ വംശാവലിക്ക് വരുന്നില്ല. ആ വചനത്തിൽ നിൽക്കുന്നവനാ. അല്ലാത്തവൻ ഞങ്ങളുടെ പാരമ്പര്യം പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലേല് ചിലരോട് എത്ര പറഞ്ഞാലും പറയും ഞങ്ങളുടെ പാരമ്പര്യം എന്ന് പറഞ്ഞു നിൽക്കുന്നത് കാണാൻ കഴിയും. പാരമ്പര്യം ഒന്നും നിന്നെ ദൈവരാജ്യത്തിൽ എത്തിക്കത്തില്ല. അല്ലേല് മത്തായിയുടെ സുവിശേഷം ഒന്നാമത്തെ വായിച്ച് പഠിക്കുക, എന്താണെന്ന് അവിടെ മനസ്സിലാക്കാൻ കഴിയും. അല്ലേറിയ ഇവിടെ ഞാൻ ദാവീദിന്റെ വേരും വംശവും ശുഭ്രവുമായ ഉദയനക്ഷത്രവുമാകുന്നുവെന്ന് വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അല്ലേറിയ യോഹന്നാൻ ഇവിടെയും രേഖപ്പെടുത്തുകയാണ്. അവിടെ എന്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു എന്ന ഞാൻ സഭകൾക്ക് വേണ്ടി അവിടെ എഴുതിയിരിക്കുകയാണ്. സഭകൾക്ക് വേണ്ടി അല്ലേറിയ നിങ്ങളോട് ഇത് സഭകളോട് ഇത് സാക്ഷീകരിപ്പാൻ എന്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിന്റെ വേരും വംശവും ശുഭ്രവുമായി ഉദയനക്ഷത്രമാകുന്നു. അല്ലേറിയ എന്ന് ഇവിടെയും കാണാൻ കഴിയും. അല്ലേറിയ അതിന്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ വായിക്കും. ദാവീദിന്റെ വേരും ഉദയനക്ഷത്രം എന്ന് പറയുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിക്കും. അതിന്റെ പ്രതിനിധിയാണ് ഈ വാക്യം. ഞാൻ അല്ലേറിയ ദാവീദിന്റെ വേരും വംശമാകുന്നു എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ദൈവത്വവും മനുഷ്യത്വവും വെളിപ്പെടുത്തുകയാണ്. ഉദയനക്ഷത്രം എന്ന് പറയുന്നത് സൂര്യോദയത്തിന് തൊട്ടുമുമ്പായി കിഴക്ക് തൊട്ടുമുമ്പായി അല്ലെങ്കിൽ കിഴക്ക് ഉദിച്ചുയരുന്ന ശോഭയേറിയ നക്ഷത്രമാണ്. അതിന് നമ്മളൊക്കെ പെരുമീൻ എന്ന് പറയാറുണ്ട്. പെരുമീൻ ഉദിച്ചു എന്നൊക്കെ പറയാറുണ്ടല്ലോ ആ നക്ഷത്രം. അല്ലേറിയ അതിനാണ് ഈ ഉദയനക്ഷത്രം എന്ന് പറഞ്ഞാൽ കഷ്ടതയുടെയും പരിശോധനയുടെയും രാത്രിയിൽ കൂടി കടന്നു പോകുന്ന സഭയ്ക്ക് വേണ്ടി ക്രിസ്തു പ്രത്യാശയുടെ ഉദയനക്ഷത്രമായി ഉദിക്കാൻ തുടങ്ങിയ അല്ലേറിയ ഒരു രാത്രിയുടെ കഷ്ടത കഴിഞ്ഞ് വെളുപ്പാങ്കാലത്ത് പെരുമീൻ ഉദിച്ചു എന്നൊക്കെ പറയുന്നത് പോലെ ദൈവസഭ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ, ദൈവസഭ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ നിന്ന് അവരെ വിടുവിച്ച് പുറത്തു കൊണ്ടുവന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് നിർത്താൻ വേണ്ടി യേശു നമുക്ക് വേണ്ടി ഉദയനക്ഷത്രമായി ഉദിക്കാൻ പോകും. രക്തം ചെയ്യും. അല്ലേലൂയ. അപ്പോൾ സംഖ്യാപുസ്തകം 24:17 യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും എന്ന് പറയുന്നു. അത് ക്രിസ്തു തങ്ങളുടെ ഹൃദയത്തിൽ ഉദിച്ചവർക്ക് എന്നും അവൻ ഉദയനക്ഷത്രമായി ഉദയം ചെയ്യും. അല്ലേറിയ. അപ്പം ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ഉദയനക്ഷത്രമായി ഉദിച്ചാൽ, അല്ലേറിയ, ഉദയനക്ഷത്രമായി ഉദിച്ചു കഴിഞ്ഞാൽ ആ ഉദയനക്ഷത്രമായി ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഉദിക്കുന്ന നാള് തൊട്ട് നമ്മൾ മരണം വരെയും മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ നിത്യതയിലേക്ക് എത്തിക്കുന്നതും നിത്യത നാം എത്തുന്നിടം വരെയും നിത്യതയിലും നമ്മുടെ കർത്താവ് ഉദയനക്ഷത്രമായി നമ്മുടെ ഹൃദയത്തിൽ ആ പ്രകാശം തന്നുകൊണ്ടിരിക്കും. പ്രേക്ഷകരോ അപ്പൊ യേശു അല്ലേയ. അതുകൊണ്ട് ഞാൻ ഈ വചനം പറയുമ്പോൾ നിങ്ങളോട് പറയട്ടെ, നിങ്ങളും കഷ്ടതയുടെ തീച്ചൂളിലൂടെ കടന്നു പോകുമ്പോൾ, അല്ലേറിയ, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ, പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയാതെ നിങ്ങൾ വേദനിക്കുമ്പോൾ, അല്ലേറിയ, എന്നെ കേൾക്കുന്ന സ്നേഹിത, ഉദയനക്ഷത്രമായിരിക്കുന്ന ക്രിസ്തു നിന്റെ ഹൃദയത്തിനകത്ത് ഉദിക്കുവാൻ നീ അവസരം കൊടുത്താൽ നിന്റെ ഹൃദയത്തിന് ശൂന്യത മാറി, ഇരുള് മാറി, നിന്റെ സങ്കടങ്ങൾ മാറി, കണ്ണുനീര് മാറി, നിന്റെ ഉള്ളിൽ പ്രകാശം തരുവാൻ യേശുവിന് കഴിയും. ആമേൻ, സ്തോത്രം. അതുകൊണ്ട് കഷ്ടതയുടെ രാത്രി മാറി ഒരു പ്രഭാതത്തിൽ ഒരു പെരുമീൻ എന്ന് പറയുന്നത് നക്ഷത്രം ഉദിക്കുന്നത് പോലെ ഒരു കഷ്ടതയുടെ നടുവിൽ ആ കഷ്ടതയെ മാറ്റി നിനക്ക് വേണ്ടി ഒരു ഉദയനക്ഷത്രമായി യേശുവിന് വെളിപ്പെടാൻ കഴിയും. പ്രൈസറോ. അപ്പൊ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി നിങ്ങൾ പൂർണ്ണമായി നിങ്ങളുടെ ഹൃദയത്തെ വിട്ടുകൊടുക്കണം. അല്ലേലൂയ. ഉദയനക്ഷത്രമായിരിക്കുന്ന ക്രിസ്തു നിന്റെ ഹൃദയത്തിൽ പ്രകാശിക്കത്തക്ക നിലയിൽ നിന്റെ ഹൃദയം വിശുദ്ധിയാൽ നീ കാത്തു സൂക്ഷിക്കണം. രക്തചയം. അല്ലേലൂയ. എങ്കിൽ മാത്രമേ ഈ യോഹന്നാൻ പറഞ്ഞ വചനത്തിന് നമ്മുടെ ഉള്ളിൽ സ്ഥാനമുള്ളൂ. എന്ന് പറഞ്ഞാൽ ദാവീദിന്റെ താക്കോലുള്ളവനും ആയി
ആമീൻ. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ. ഹല്ലേലൂയ. വചനം എന്നൊക്കെ പറയുന്നത് ജീവനാ. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുന്നത്, ഹല്ലേലൂയ, ആമീൻ, ദാവീദിന്റെ താക്കോലിന്റെ ഉടമസ്ഥനും യേശു തന്നെയാണെന്ന് നമ്മൾ വെളിപ്പാട് പുസ്തകം 3:7 വായിച്ചു. പഴയ നിയമത്തിൽ യേശുവിനെ കുറിച്ചുള്ള പ്രവചനമുണ്ട്. ഞാൻ ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ വെക്കും, അവൻ തുറന്നാൽ ആരും അടക്കയില്ല എന്ന് നമ്മൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, 20-ാം അധ്യായം 22-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ, ദാവീദിന്റെ താക്കോൽ എന്നൊക്കെ പറയുന്നത് ദൈവത്തിന്റെ പരമാധികാരത്തെയാണ്. അതുകൊണ്ട് യേശു പറയും, ഞാൻ വാതിക്കൽ വന്ന് മുട്ടും, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ, ഹല്ലേലൂയ, ഞാൻ അകത്തു വരും, അവൻ എന്നോടും കൂടെ ഭക്ഷണം കഴിക്കും, അത്താഴം കഴിക്കുമെന്ന് നമ്മൾ വെളിപ്പാട് പുസ്തകം 3:20 രേഖപ്പെടുത്തി കാണാൻ കഴിയും. ഹല്ലേലൂയ. അത് നിന്റെ ഹൃദയം യേശു വേണ്ടി തുറക്കാൻ കഴിയുമോ? നിന്റെ ഹൃദയം യേശു വേണ്ടി തുറന്നു കൊടുക്കണം. ഹല്ലേലൂയ. നീ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും മറികടക്കുവാൻ യേശു നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ അതിനെ നിനക്ക് ജയിക്കാൻ കഴിയും. അല്ലേ? ഈ ഭൂമിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ സാത്താന്യ ശക്തികളെ ജയിക്കണം, സാത്താന്റെ തന്ത്രങ്ങളെ ജയിക്കണം. ഹല്ലേലൂയ. അവൻ പല തന്ത്രങ്ങളുമായി നിന്നെ തകർക്കുവാൻ, പല പദ്ധതികളുമായി നിന്റെ അരികിൽ കടന്നു വരും. ഹല്ലേലൂയ. അതിലെ നിങ്ങൾ ജയിക്കണം. ഹല്ലേലൂയ. ഇവിടെ വീണ്ടും ദൈവത്തിന്റെ വേദപുസ്തകത്തിൽ ധാരാളം നീതിമാന്മാർ, ആമേൻ, പരിശുദ്ധന്മാർ, പ്രവാചകന്മാർ ഒക്കെ ഉണ്ടായിരുന്നിട്ടും ദൈവം ദാവീദിനോടും ദാവീദിന്റെ കുടുംബത്തോടും നിരന്തരമായി നിയമം ചെയ്തു. നിന്റെ പുത്രന്മാർ തലമുറയായി നിന്റെ സിംഹാസനത്തിന്മേൽ ആമി ഇരിക്കും എന്ന് അനുഗ്രഹിച്ചു. ദാവീദിന്റെ കുടുംബത്തിലുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നാം പങ്കാളികളും അവകാശികളുമാണ്. നിങ്ങൾ നോക്കിയേ, വേദപുസ്തകം വായിച്ചു നോക്കിയേ, അനവധി പ്രവാചകന്മാരെ കാണാൻ കഴിയും, അനവധി ഭക്തന്മാരെ കാണാൻ കഴിയും. ദൈവം ഉപയോഗിച്ച പ്രവാചകന്മാരും, ഹല്ലേലൂയ, പരിശുദ്ധന്മാരും, ഹല്ലേലൂയ, നീതിമാന്മാരും ഒക്കെ അനവധി, ആമീൻ, പഴയ നിയമം വായിച്ചാൽ പുതിയ നിയമം വായിച്ചാൽ കാണാൻ കഴിയും. അപ്പൊ ഈ അനവധി നീതിമാന്മാരും പ്രവാചകന്മാരും വിശുദ്ധന്മാരും ഒക്കെ നിൽക്കുമ്പോഴാണ് ദൈവം ദാവീദ് ഗൃഹത്തോട് നിരന്തരമായി നിയമം ചെയ്യുന്നത്. ഹല്ലേലൂയ. അവന്റെ പാരമ്പര്യത്തിലുള്ള ആ ദാവീദിന്റെ വംശത്തിലുള്ള എല്ലാവരും ദൈവം ഉയർത്തുമെന്ന് പറയുന്നത്, അത് ദാവീദിനുള്ള നിയമം നിങ്ങൾക്കാകട്ടോ. ഹല്ലേലൂയ. അത് നിങ്ങൾ ദാവീദിന്റെ ആമീൻ നിയമത്തെ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ, ദാവീദ് വംശത്തിൽ നിന്ന് യേശു ജനിച്ചു, ആ യേശു ക്രിസ്തുവിലൂടെ നിങ്ങൾ വീണ്ടെടുപ്പ് പ്രാപിക്കുന്നെങ്കിൽ, ആ വീണ്ടെടുപ്പിന്റെ അനുഭവം ഉണ്ടെങ്കിൽ, ആമീൻ, സകല അനുഗ്രഹങ്ങളും നിങ്ങൾ കൂടിയാ ദൈവം തരുന്നത്. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, സ്വർഗരാജ്യത്തിന്റെ അനുഗ്രഹങ്ങൾ മുഴുവൻ നിനക്കുള്ളതാണ്. വ്യക്തിപരമായി പറഞ്ഞ നിനക്കുള്ളതാണ്. ആമേൻ. നീ നിന്റെ ഹൃദയത്തെ വിശുദ്ധിയോടെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന സ്ഥലം പോരാതെ വരുവോളം, ഹല്ലേലൂയ, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ഇന്നെ നിറച്ചനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അപ്പം നീ ഉറപ്പോടെ നിൽക്കണം ദൈവസന്നിധിയിൽ. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം പറയാണ്, ഹല്ലേലൂയ, നിങ്ങളുടെ വീടും കുടുംബവും ദാവീദിന്റെ കുടുംബം പോലെ അനുഗ്രഹിക്കപ്പെടുമാറാകണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ വീടും കുടുംബവും നിങ്ങളുടെ തലമുറകളും ദാവീദിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടതുപോലെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് ദിനവൃത്താന്ത പുസ്തകത്തിൽ നമുക്ക് വായിച്ച് കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ ദിനവൃത്താന്ത പുസ്തകം 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 16 തൊട്ട് താഴോട്ടുള്ള വാക്യങ്ങൾ 19 വരെയൊക്കെ വായിക്കും. ദാവീദിന്റെ ഒരു പ്രാർത്ഥന കാണാൻ കഴിയും. ഹല്ലേലൂയ. ഞാനത് വായിക്കാം. അപ്പോൾ ദാവീദ് രാജാവ് അകത്ത് ചെന്ന് യഹോവയുടെ സന്നിധിയിൽ ഇരുന്ന് പറഞ്ഞത് എന്തെന്നാൽ, യഹോവയായ ദൈവമേ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആർ? എന്റെ ഗൃഹവും എന്തുള്ളൂ? ദൈവമേ, ഇത് പോരാ എന്ന് തോന്നിയിട്ട് യഹോവയായ ദൈവമേ, വരുവാനുള്ള ദീർഘകാലത്തേക്ക് അടിയന്റെ ഗൃഹത്തെ കുറിച്ചും, ഹല്ലേലൂയ, നീ അരുളിച്ചെയ്യുകയും ശ്രേഷ്ഠ പദവിയിലുള്ള മനുഷ്യന്റെ അവസ്ഥയ്ക്കൊത്ത വണ്ണം എന്നെ ആദരിക്കുകയും ചെയ്തിരിക്കുന്നു. അടിയന് ചെയ്ത ബഹുമാനത്തെ കുറിച്ച് ദാവീദ്, ആമേ, ഇനി എന്തു പറയേണ്ടു? നീ അടിയനെ അറിയുന്നുവല്ലോ. യഹോവേ, അടിയൻ നിമിത്തം നിന്റെ പ്രസാദപ്രകാരവും നീ ഈ മഹിമയൊക്കെയും പ്രവർത്തിച്ചു. ഈ വൻകാര്യം എല്ലാം അറിയിച്ചു തന്നിരിക്കുന്നു. ഹല്ലേലൂയ. ദാവീദിന്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ച അനുഗ്രഹത്തെ കുറിച്ച്, ഹല്ലേലൂയ, ദാവീദ് എന്ന് പ്രാർത്ഥിച്ച് ദൈവത്തോട് പറയുക, ഞാനും എന്റെ കുടുംബം എന്തുള്ളൂ?
ഇത്രമാത്രം അനുഗ്രഹത്തിന് ഹല്ലേലൂയ. എനിക്ക് മാത്രമല്ല, വരുവാനുള്ള തലമുറയ്ക്ക് ഈ ശ്രേഷ്ഠ പദവിയെ കൊടുക്കുവാൻ, ഈ അനുഗ്രഹങ്ങളെ മുഴുവൻ കൊടുക്കുവാൻ ഞങ്ങൾ എന്തുള്ളൂ. ഹല്ലേലൂയ. അത് സ്നേഹിത, ദൈവത്തിൽ നീ നിന്നാൽ നിനക്കും നിന്റെ തലമുറയ്ക്കും അനുഭവിക്കുവാനുള്ളത് മുഴുവൻ കർത്താവ് തരും. ഈ ലോകത്തിലുള്ള ഉന്നതന്മാരുടെ ശ്രേഷ്ഠ പദവിയേക്കാൾ ശ്രേഷ്ഠമായ പദവി ദൈവം നിനക്ക് തന്ന് മാനിപ്പാൻ ആഗ്രഹിക്കുകയാണ്. നീ കർത്താവിന് വേണ്ടി നിന്നാൽ ശ്രേഷ്ഠ പദവി തന്ന് നിനക്ക് നിന്റെ തലമുറയ്ക്ക് മുമ്പോട്ട് അനുഭവിക്കുവാനുള്ളതെല്ലാം കർത്താവ് തരും. അങ്ങനെ നമുക്ക് ഒരുപാട് ഭക്തന്മാരെ കാണാൻ കഴിയും. പെന്തക്കോസ്തിന്റെ ഈറ്റില്ലമെന്നറിയപ്പെടുന്ന പത്തനംതിട്ട ജില്ലകളെ അല്ലെങ്കിൽ കോട്ടയം ഒക്കെ നിങ്ങൾ ചിന്തിക്കുക, തെക്കൻ പ്രദേശം നോക്കിയാട്ട് അല്ലെങ്കിൽ അവിടെ ദാവീദ് വംശത്തിന്റെ കുടുംബത്തിന് കൊടുത്ത അനുഗ്രഹങ്ങൾ, ആ ശ്രേഷ്ഠ പദവികളുടെ തലമുറയ്ക്ക് ദൈവം കൊടുത്ത് അവരെ അനുഗ്രഹിക്കുന്നത് കാണാൻ കഴിയും. ഹല്ലേലൂയ. ഇവിടെ വചനം വായിക്കുന്നത് ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ ദാവീദ് ഗൃഹത്തിന് കൊടുത്ത ശ്രേഷ്ഠ പദവിയിലുള്ള മനുഷ്യന്റെ അവസ്ഥയ്ക്ക് ഒത്തവണ്ണം എന്നെ ആദരിക്കുകയും ചെയ്തിരിക്കുന്നു. നീ അടിയനെ അറിയുന്നുവല്ലോ യഹോവേ, അടിയൻ നിമിത്തം നിന്റെ പ്രസാദപ്രകാരം ഈ മഹിമയൊക്കെ പ്രവർത്തിച്ചു, ഈ വൻ കാര്യം എല്ലാം അറിയിച്ചു തന്നിരിക്കുന്നു പറയാം. അതുകൊണ്ട് അടിയന്റെ ഗൃഹം തിരുവാകെ എന്നേക്കും ഇരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിപ്പാൻ നിനക്ക് പ്രസാദം തോന്നിയിരിക്കുന്നു. യഹോവേ, നീ അനുഗ്രഹിച്ചിരിക്കുന്നു, അത് എന്നേക്കും അനുഗ്രഹിക്കപ്പെട്ടും ഇരിക്കുന്നുവല്ലോ എന്ന് 1 വൃത്താന്ത പുസ്തകം 17:27 വായിച്ച് കാണാൻ കഴിയും. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വായിച്ച വചനം എന്താണ്? ദാവീദിന്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ. അത് ദാവീദിന്റെ കുടുംബത്തിന് ദൈവം കൊടുത്ത സകല ഉന്നത പദവികളും ശ്രേഷ്ഠ പദവികളും എല്ലാം നിനക്കും നിന്റെ തലമുറയ്ക്കും ദൈവം തരാൻ ആഗ്രഹിക്കുക. നിന്റെ കുടുംബത്തിന്റെ ശൂന്യതയൊക്കെ മാറ്റി, കണ്ണുനീരൊക്കെ മാറ്റി ദൈവം നിന്നെ നന്മയിലേക്ക് നടത്തുവാൻ ആഗ്രഹിക്കുന്നു. ആരെങ്കിലും ഇന്ന് പകൽ ദൈവസേനയിൽ കരഞ്ഞ് കലങ്ങി കണ്ണുനീരുമാണ് ഇരിക്കുന്നെങ്കിൽ, വേദനയോടാണ് ഇരിക്കുന്നെങ്കിൽ, ദൈവത്തിന്റെ വാഗ്ദത്തം നീ വിശ്വസിക്കുന്നു, കർത്താവിനോട് നിന്റെ ഹൃദയത്തെ വിട്ടുകൊടുക്കുന്നു, കർത്താവിനോട് നിന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ, നീ അനുഗ്രഹത്തിന്റെ വഴിയിലൂടെ ദൈവം നിന്നെ നടത്തി, ഇന്ന് വരെ നീ കണ്ടിട്ടില്ലാത്ത ശ്രേഷ്ഠമായ പദവിയിലൂടെ ദൈവം നിന്നെ നടത്തി, നിന്റെ കുടുംബത്തെ ദാവീദിന്റെ ഗൃഹത്തെ അനുഗ്രഹിച്ചതുപോലെ ദൈവം അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. അതിന് താല്പര്യമുള്ള ഏൽപ്പിച്ചു കൊടുത്തതിനോടൊപ്പം പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമൈശ്വർക്ക് പിതാവി, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഈ വചനം കേട്ടുകൂട്ടി കേരളത്തിലും ഭാരതത്തിലും ലോകരാജ്യം 800 കോടി ജനത്തിനായി, തലമുറകൾക്കായി, ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ല, കുടിലോട്ട് കൊട്ടാരത്തി വരെ പാർക്കുന്ന വലിയവരെയും ചെറിയവരെ എല്ലാം ദൈവരങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവിന്റെ ശൈശവത്തിലും ബാല്യത്തിലും കൗമാര യുവനത്തിലും തടവറയിലായിരിക്കുന്ന ജനങ്ങൾ, വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണവിധ സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ ഭരിക്കുന്നവരെ, രാജാക്കന്മാർ, രാജ്ഞമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവി, ഗോത്രങ്ങൾ, ദ്വീപുകളെ ഭരിക്കുന്ന ആദിവാസി ട്രൈബൽ മേഖലയിലായിരിക്കുന്ന സകല ജലതീവധികാരികളെയും, കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾ, അതിർത്തികൾ കാക്കുന്നവരുടെ സൈന്യത്തിനായി കർത്താവിന്റെ ക്രമസമാധാന പാല നിയമനിർമ്മാണ രഹസ്യാനുസരണങ്ങളെ പോലീസിന്റെ വിവിധ സെക്ഷനുകൾക്കായി, ജുഡീഷ്യൽ വകുപ്പുകൾക്കായി, സകലമേലും പൊതുമേഖലയും ആരോഗ്യമേലും വിദ്യാഭ്യാസ സാമ്പത്തിക ഭാഗ്യ മേഖലയായിരിക്കുന്ന സയന്റിസ്റ്റ്, എഞ്ചിനീയറൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ മത, സാമൂഹിക, സാംസ്കാരിക, ചരിത്ര, മാധ്യമ, മീഡിയ, സയന്റിസ്റ്റുകൾ, എഞ്ചിനീയർമാരെ ഒക്കെ ഓർക്കുന്നു. എല്ലാ ഭരണവിപക്ഷ പാർട്ടികളെയും കർത്താവ് കടലോര വാസികത്തിലെ മത്സ്യബന്ധനെ കടന്നു പിടിക്കുന്നത് കർത്തം കൺഷന്റെ മെക്കാനിക്, ഓട്ടോ യൂണിയൻ രംഗത്തായിരിക്കുന്നവർ, വലുതും ചെറുതുമായ വ്യാപാരികൾ, വ്യവസായം, വഴിയോര കച്ചവടക്കാരെ, ക്ഷീരമേഖലയും കാർഷിക മേഖലയും പൊതുമേഖലയിലായിരിക്കുന്നവർക്കായി എല്ലാ കർത്താവ് കരയിലും കടലും ആകാശമാർഗം വാഹനം ഓടിക്കും, വാഹനയാത്ര, വാഹനം നിർമ്മിതി, സെയിൽസ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ എല്ലാ ടൈപ്സ് ഓഫ് ഡ്രൈവേഴ്സിനെ ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തീവ്രവാദ ഭീകരവർഗത്തിൽപ്പെട്ട് കിടക്കുന്നവർ, പാപത്തിൽ കിടക്കുന്ന അശ്ലീമായ ജീവിതം നയിക്കുന്നത് എല്ലാവരും മടങ്ങി വന്ന് ദാവീദിന്റെ ജീവിതം, ദാവീദിന്റെ കുടുംബത്തോട് ചെയ്ത ഉടമ്പടി നിയമം ഏറ്റെടുത്തുകൊണ്ട് കർത്താവിനെ അനുഗ്രഹിക്കപ്പെടാനായി പ്രാർത്ഥിക്കുന്നു. ശാപങ്ങളിൽ, പാപങ്ങൾ, രോഗം ജനം വിടുവിക്കപ്പെടട്ടെ. മാരകമായി വ്യാധിയിലായിരിക്കുന്നവർ, ദേശത്തിന്റെ പൂരികൾ, ആഭിചാര ശക്തികൾ, മന്ത്രവാദ ശക്തികൾ, ഭൂതശക്തികളിൽ നിന്ന് ജനം വിടിവിക്കപ്പെട്ട് മടങ്ങി വരുവാൻ കർത്താവായ യേശുവ സ്വതന്ത്രമായ ജീവിതം നയിപ്പാണ്ടയാകണമേ. തകർന്നു കിടക്കുന്ന കുടുംബങ്ങൾ പണിയപ്പെടുവാൻ, വിദേശ രാജ്യങ്ങൾ കഷ്ടമനുഭവിക്ക് വിടിവിക്കപ്പെടുവാൻ, സാമ്പത്തികമായി പരാജിതരായ ബിസിനസ് തകർന്നവരെല്ലാം വിടിവിക്കപ്പെടുന്നതായി യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സകലത്തിന്മേലും ദൈവനീതി വെളിപ്പെടണമേ. സകല ജനത്തെ അനുഗ്രഹിക്കണം. യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.